നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായിട്ട് നടക്കുന്നതിനിടെ യുദ്ധത്തിൻ്റെ ഗതി മാറ്റുന്ന പുതിയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ എന്ന ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനം ഇറാൻ തകർത്തതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മാസം പിന്നിടുന്ന സംഘർഷത്തിൽ അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിനും ഒരേപോലെ പ്രഹരമേൽപ്പിക്കുന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ അവകാശവാദം സൈനിക ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തിനായിട്ടുള്ള സൂപ്പർ ഹോർനെറ്റ് FA യുദ്ധവിമാനം തകർത്തുവെന്ന ഇറാൻ്റെ പ്രഖ്യാപനം വെറും വാദത്തിനപ്പുറമായിട്ട് തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമമായിട്ടുള്ള പ്രസ് TV പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ആകാശത്ത് വെച്ച് ഒരു വിമാനം സ്ഫോടനത്തോടെ തകരുന്നതും പൈലറ്റ് പാരച്യൂട്ട് വഴി രക്ഷപ്പെടുന്നതും വ്യക്തമാണ്. ഇത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കിടെ തങ്ങൾ തകർക്കുന്ന മൂന്നാമത്തെ അമേരിക്കൻ യുദ്ധവിമാനമാണിതെന്ന് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC അവകാശപ്പെടുന്നു. യുദ്ധമുഖത്ത് അമേരിക്കയുടെ മേൽക്കോയ്മ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നീങ്ങുന്നത്. അമേരിക്കയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ നേരെയും ആക്രമണം നടന്നതായിട്ട് ഇറാൻ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ യുദ്ധക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കണിലേക്ക് ക്രൂയിസ് മിസൈലുകളൊക്കെ തന്നെ വിക്ഷേപിച്ചതായാണ് ഇറാൻ്റെ നാവികസേന അവകാശപ്പെടുന്നത്. ഇറാൻ തീരത്തോട് അടുക്കുന്ന പക്ഷം കപ്പലിനെ ലക്ഷ്യം വയ്ക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടെന്ന വാർത്ത പുറത്തു വരുന്നത്. അമേരിക്കൻ സൈന്യം ഈ വാർത്തകളെല്ലാം തന്നെ നിഷേധിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ അമേരിക്കയ്ക്ക് നിയന്ത്രണം നഷ്ടമാകുന്നു എന്നുള്ള നിരീക്ഷകരുടെ വാദത്തെ ഇത് ബലപ്പെടുത്തുകയാണ്. FA സൂപ്പർ ഹോർനെറ്റ് വിമാനങ്ങൾ ആധുനിക യുദ്ധതന്ത്രങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ ഒരു കുന്തമുനയാണ്. ഒരേ സമയം ശത്രു വിമാനങ്ങളെ തകർക്കാനും അതുപോലെ തന്നെ നിരീക്ഷണ ദൗത്യങ്ങൾ നടത്താനും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുമൊക്കെ തന്നെ ശേഷിയുള്ള ഈ വിമാനം റിനോ എന്ന പേരിലുമൊക്കെ തന്നെ അറിയപ്പെടുന്നു. അത്യാധുനികമായിട്ടുള്ള AESA റഡാർ സംവിധാനവും ബ്ലോക്ക് 3 നെറ്റ്വർക്ക് സംവിധാനവുമുള്ള ഈ വിമാനം തകർക്കപ്പെട്ടു എന്നത് അത് സ്ഥിരീകരിക്കപ്പെട്ടാൽ അത് US സൈന്യത്തിന് വലിയ നാണക്കേടുണ്ടാക്കും. ഇത്തരം അത്യാധുനിക സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ഇറാൻ്റെ മിസൈലുകൾക്ക് മുന്നിൽ പരാജയപ്പെടുന്നത് അതാകട്ടെ ആഗോള പ്രതിരോധ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളവയാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം അമേരിക്കയെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല, മറിച്ച് ഇസ്രായേലിൻ്റെ സൈനിക ആസ്ഥാനങ്ങളെയും ഇത് വിറപ്പിക്കുന്നുണ്ട്. ടെൽ-അവീവിലെ ഇസ്രായേൽ സൈനിക ഇൻ്റലിജൻസ് ആസ്ഥാനം പ്രത്യേക മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തതായിട്ട് ഹെസ്ബുള്ളയും അവകാശപ്പെടുന്നു. ഇസ്രായേലിൻ്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന കേന്ദ്രങ്ങളിൽ പോലും ആക്രമണം നടത്താനായിട്ട് സാധിക്കുന്നുവെന്നത് അത് ഇറാൻ്റെയും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളുടെയും വർദ്ധിച്ചു വരുന്ന പ്രകടനശേഷിയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ സൈന്യം ഇത്തരം വാർത്തകളോട് ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇറാൻ പിന്തുടരുന്ന യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റം വന്നതായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നത്. ഇതുവരെ സൈനിക താവളങ്ങളും അതോടൊപ്പം തന്നെ ഊർജ്ജ കേന്ദ്രങ്ങളും മാത്രം ലക്ഷ്യം വെച്ചിരുന്ന ഇറാൻ ഇപ്പോൾ ഇസ്രായേലിലെ ജനവാസ മേഖലകളിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ടെൽ-അവീവിനടുത്തുള്ള ബെനെ ബ്രാക്ക്, പെറ്റാറ്റിക്കോ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇറാൻ്റെ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. നിരവധി കെട്ടിടങ്ങൾ തകരുകയും യുവാക്കളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ സംഭവം അത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സുരക്ഷാ വലയങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ദക്ഷിണ ഇസ്രായേലിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിനടുത്തുള്ള ഡിമോണ പട്ടണത്തിൽ പതിച്ചത് വലിയ നടുക്കമാണ് ഉണ്ടാക്കിയത്. ഇസ്രായേലിൻ്റെ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പലയിടത്തും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഇസ്രായേലിൻ്റെ നെഞ്ചത്ത് തന്നെ ബോംബ് പൊട്ടിക്കുമെന്ന ഇറാൻ്റെ വെല്ലുവിളി യാഥാർത്ഥ്യമാവുകയാണ്. ഇസ്രായേലിൻ്റെ സാറ്റലൈറ്റ് കേന്ദ്രങ്ങളും സൈനിക ഇൻ്റലിജൻസ് ഓഫീസുകളും തകർക്കപ്പെട്ടതായിട്ടാണ് ഇറാൻ IRGC വിഭാഗം അവകാശപ്പെടുന്നത്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ യുദ്ധം വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇറാനിലെ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റെ ജനപിന്തുണയിൽ തന്നെ വലിയ ഇടിവ് ഇപ്പോൾ സംഭവിച്ചതായിട്ടും സർവേകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം വെറും 36% ആളുകൾ മാത്രമാണ് ട്രംപിൻ്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്നത്. അമേരിക്കൻ ജനതയുടെ 61% ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തോടെ വിയോജിപ്പാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യവും അതോടൊപ്പം തന്നെ യുദ്ധം മൂലമുണ്ടാകുന്ന അനിശ്ചിതത്വവുമാണ് ട്രംപിനോടുള്ള അതൃപ്തി വർദ്ധിക്കാനായിട്ട് ഇവിടെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള MI16 മുൻ മേധാവി സർ അലക്സ് യങ്ങറുടെ നിരീക്ഷണങ്ങളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.
ട്രംപിൻ്റെ നയതന്ത്രപരമായിട്ടുള്ള പാളിച്ചകൾ ഇറാൻ വളരെ കൃത്യമായിട്ട് മുതലെടുത്തു എന്നാണ് അദ്ദേഹം ഇവിടെ അഭിപ്രായപ്പെടുന്നത്. ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് നിയന്ത്രണം നഷ്ടമായെന്നും ഇറാൻ്റെ പ്രകടനശേഷിയെ വില കുറച്ച് കണ്ടതാണ് ഈ തിരിച്ചടിക്ക് പ്രധാന കാരണമെന്നും അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇറാൻ്റെ സൈബർ നുഴഞ്ഞുകയറ്റത്തിലൂടെ അമേരിക്കൻ വിമാനങ്ങളുടെ സിഗ്നലുകൾ തകരാറിലാക്കിയതും കുവൈറ്റ് സേന അബദ്ധത്തിൽ അമേരിക്കൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടതുമൊക്കെ തന്നെ ഇതിന് തെളിവായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ യുദ്ധം നിർത്താൻ ട്രംപ് പ്രഖ്യാപിച്ച 5 ദിവസത്തെ വെടിനിർത്തൽ കാലാവധി അത് ഇസ്രയേൽ തന്നെ ലംഘിച്ചതാണ് സംഘർഷം വീണ്ടും വഷളാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന ഉറപ്പ് ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ഗുറം ഷഹറിലെ പവർ പ്ലാന്റും വാതക പൈപ്പ് ലൈനുകളും ഒക്കെ തന്നെ ആക്രമിച്ചു. ഇതിനെ മറുപടിയായാണ് ഇറാൻ തങ്ങളുടെ ബ്രഹ്മാസ്ത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്ലസ്റ്റർ ബോംബുകളും അതുപോലെ തന്നെ അത്യാധുനിക മിസൈലുകളും ഒക്കെ തന്നെ ഉപയോഗിച്ച് ഇസ്രയേലിനെ വിറപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളൊക്കെ തന്നെ തകർക്കാൻ ശ്രമിച്ചാൽ ഇസ്രയേലിനെ ചാരമാക്കുമെന്ന സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെയും ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ജോർദാനിലെ അൽ അസ്രാഖ് വ്യോമത്താവളം, അതുപോലെ തന്നെ ബഹ്റൈനിലെ ഷെയ്ഖ് ഇസ താവളം, കുവൈറ്റിലെ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ വർഷം നടത്തുകയുണ്ടായി. അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ മേഖലയിലെ അവരുടെ താവളങ്ങൾക്കും സുരക്ഷ നൽകാൻ യുഎസിന് സാധിക്കുന്നില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വന്തം ഭൂമി ഇറാനെതിരെ ഉപയോഗിക്കാൻ നൽകുന്ന രാജ്യങ്ങൾ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ ഇറാൻ കൂടുതൽ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ദൃശ്യമാകുന്നത്. തങ്ങൾ ചർച്ചകൾക്ക് തയ്യാറല്ലെന്നും പ്രതിരോധം മാത്രമാണ് ലക്ഷ്യമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി വ്യക്തമാക്കിയത് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ തന്നെ ഏൽക്കുന്നില്ല എന്നതിൻ്റെയൊക്കെ സൂചനയാണ്. ലോകത്തിലെ 2ാമത്തെ വലിയ വിമാനവാഹിനി കപ്പലിനെ വരെ ഇവിടെ വെല്ലുവിളിക്കാൻ ഇറാന് സാധിക്കുന്നത് അത് അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യയിലുള്ള ആത്മവിശ്വാസം മൂലമാണ്. യുദ്ധം നീണ്ടുപോകും തോറും മേഖലയിൽ ഇറാൻ്റെ മേൽക്കോയ്മ വർദ്ധിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്കൻ സഖ്യകക്ഷികളെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇസ്രയേലിലെ പ്രധാന നഗരമായിട്ടുള്ള ഹൈഫയിലും ഡിമോണയിലും 70ഓളം കേന്ദ്രങ്ങളിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. സൈനിക ഇൻ്റലിജൻസ് കേന്ദ്രങ്ങൾ തകർത്തതിലൂടെ ഇസ്രയേലിൻ്റെ പ്രതിരോധ ആസൂത്രണങ്ങളെ തന്നെ ഇറാൻ അട്ടിമറിച്ചിരിക്കുകയാണ്. ഇതിനിടെ ടെൽ-അവീവ് ലക്ഷ്യമിട്ടെത്തിയ ഒരു മിസൈൽ തകർക്കുന്ന വീഡിയോ ഇസ്രയേൽ സൈന്യമായിട്ടുള്ള IDF പുറത്തുവിട്ടു. എങ്കിലും ജനവാസ മേഖലകളിലേക്ക് പെയ്യുന്ന മിസൈലുകളും അതോടൊപ്പം തന്നെ ബോംബുകളും ഇസ്രായേൽ ജനതയെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. നഗരങ്ങളിലെ സ്ഫോടന ദൃശ്യങ്ങൾ IRGC തത്സമയം പുറത്തുവിടുന്നുമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും ഈ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും അമേരിക്കയെ മാത്രം വിശ്വസിക്കുന്നത് അപകടമാണെന്നും പാർലമെൻ്ററി സമിതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ്റെ കരുത്തിനെ തെറ്റായിട്ട് വിലയിരുത്തിയത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആകെ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സാമ്പത്തികമായും സൈനികമായിട്ടും ഇറാൻ കൂടുതൽ കരുത്ത് നേടുന്നത് തടയാൻ ഉപരോധങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല എന്നത് ഇവിടെ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. യുദ്ധം ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ അന്താരാഷ്ട്ര സമൂഹം തന്നെ ഉയർത്തുന്നത്. ഒരു വശത്തെ വെടിനിർത്തൽ ചർച്ചകളുടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വരുമ്പോഴും മറുവശത്താകട്ടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും ആണവ നിലയങ്ങളും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ തുടരുകയാണ്. ഇറാൻ്റെ മിസൈലുകൾക്ക് മുന്നിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും സാധിക്കാത്ത പക്ഷം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറിയേക്കാം. സമാധാനത്തിൻ്റെ വാതിലുകൾ അടയുകയും ആയുധങ്ങളുടെ മുഴക്കം വർദ്ധിക്കുകയും ചെയ്യുന്ന ഭീതിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്.